എൻ്റെ ഗുരുവും വഴികാട്ടിയും ഒക്കെയായി മാറിയ ശ്രീ ബാലേന്ദ്രമേനോൻ സാറിനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് കൊല്ലത്ത് അദ്ദേഹത്തിൻ്റെ പട്ടത്താനത്തുള്ള ഭവനത്തിൽ വെച്ചാണ്. അന്ന് അദ്ദേഹം കൊല്ലത്താണ് താമസിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു വലിയ സൂപ്പർ ഹിറ്റ് സിനിമ കാര്യനിസ്സാരം റിലീസ് ചെയ്ത് കഴിഞ്ഞ സമയത്താണ് ഞാൻ അദ്ദേഹത്തെ കാണാനായി അവിടെ എത്തുന്നത്. ഒരു ഉത്സവത്തിൻ്റെ തിരക്കുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ വീട്ടിൽ. പത്രക്കാരും മറ്റ് പരിചയക്കാരും ഒരുപാട് പേര്. അങ്ങനെ അവിടെ എന്നോടൊപ്പം വന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ഉറ്റ സുഹൃത്തും എൻ്റെ ഒരു കുടുംബ സുഹൃത്തുമായ ശ്രീ ഗോപിനാഥൻ നായരാണ്. ഡൺലപ്പിൻ്റെ ഏരിയ മാനേജരായിരുന്നു അദ്ദേഹം. അപ്പോൾ അദ്ദേഹവും ബാലേന്ദ്രമേനോൻ സാറുമായിട്ട് വളരെ വലിയ ആത്മബന്ധം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കകത്തേക്ക് പ്രവേശനം ഉടൻ കിട്ടി. അപ്പോൾ ഉച്ച സമയത്താണ് ഞങ്ങളവിടെ ചെന്നത്. അദ്ദേഹം ഊണ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. ഞങ്ങൾ ഊണ് കഴിച്ചിട്ടാണ് ചെന്നത്. അവിടെ ഇരുന്നു സംസാരിച്ചു. അദ്ദേഹത്തിൻ്റെ അമ്മ മോരും വെള്ളം കൊണ്ടു തന്നു, അതെല്ലാം കുടിച്ചു. അപ്പോൾ വളരെ സൗഹൃദമായിട്ടാണ് അവരുടെ സംഭാഷണം. ആ സമയത്ത് അടുത്ത കാലത്താണ് ബാലേന്ദ്രമേനോൻ സാറിൻ്റെ വിവാഹം കഴിഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ഭാര്യ വരദ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ വിഷയങ്ങൾ പറഞ്ഞു. നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം. അപ്പോൾ എനിക്ക് ബാലേന്ദ്രമേനോൻ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യണം അസിസ്റ്റൻ്റായിട്ട് എന്നുള്ളതാണ് ആവശ്യം. അപ്പോൾ പുള്ളി പറഞ്ഞത് ആ സമയത്ത് ഒരുപാട് പേര് അദ്ദേഹത്തോടൊപ്പം വർക്ക് ചെയ്യുന്നുണ്ട്, തിരക്കുണ്ട്, എന്തായാലും പുതിയ പടത്തിൽ നിർത്താൻ പറ്റുമെന്നറിയില്ല, ആ സിനിമയുടെ സമയത്ത് വരൂ, അപ്പോൾ നമുക്ക് നോക്കാം എന്നിങ്ങനെ പറഞ്ഞു. അന്ന് ബാലേന്ദ്രമേനോൻ സാറ് വർഷത്തിൽ 3 സിനിമകളാണ് അദ്ദേഹം ചെയ്യുന്നത്. 3 ഫെസ്റ്റിവലുകളിലാണ് അദ്ദേഹത്തിൻ്റെ സിനിമ റിലീസ്. ആദ്യത്തെ ഫെസ്റ്റിവൽ എന്ന് പറയുമ്പം വിഷു സമയത്തൊരു സിനിമ, അത് കഴിഞ്ഞിട്ട് ഓണത്തിനൊരു സിനിമ, ക്രിസ്മസിനൊരു സിനിമ. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ആ സിനിമകളുടെ ഒരു രീതി. അപ്പം വിഷു റിലീസായിട്ട് കാര്യനിസ്സാരം വന്നു. അടുത്ത അദ്ദേഹം ചെയ്ത സിനിമ എന്ന് പറഞ്ഞാൽ ശേഷം കാഴ്ചയിലാണ്. അതിൻ്റെ ലൊക്കേഷനിലാണ് ഞാൻ ഈ ഗോപിച്ചേട്ടനുമായിട്ട് തന്നെ വീണ്ടും പോകുന്നത്. അത് എറണാകുളത്തായിരുന്നു. എറണാകുളത്ത് അമ്പലമുകളിൽ FACTയുടെ ഗസ്റ്റ് ഹൗസിലായിരുന്നു ഷൂട്ടിംഗ്. അവിടെ ചെന്ന് അദ്ദേഹത്തെ കണ്ടു. അപ്പോൾ അവിടെ ശ്രീ മമ്മൂട്ടി, ശ്രീ മോഹൻലാൽ അവരെല്ലാം ഉണ്ടായിരുന്നു. അവരെല്ലാം സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. അവിടെ വെച്ച് അദ്ദേഹം പറഞ്ഞു, എന്തായാലും ഈ സിനിമയിൽ നടക്കില്ല, ബുദ്ധിമുട്ടാണ്, ഒരുപാട് പേരുണ്ട്, ഒരുപാട് റെക്കമെൻഡേഷനുണ്ട്. അദ്ദേഹം ആ സമയത്ത് അദ്ദേഹം ഏറ്റവും ഒരു വലിയ സ്റ്റാർ ഡയറക്ടറായിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ ഒരുപാട് പേര് അദ്ദേഹത്തിൻ്റെ കൂടെ സംവിധാന സഹായിയായി നിൽക്കാൻ വേണ്ടി പല വലിയ ഹൈ റെക്കമെൻഡേഷനിലൊക്കെ വരുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഈ സിനിമയുടെ കഴിയട്ടെ, നമുക്ക് അടുത്ത സിനിമയിൽ നിൽക്കാം. അങ്ങനെ കുറച്ച് നിരാശനായെങ്കിലും അടുത്ത സിനിമയിൽ നിർത്താം എന്ന് പറഞ്ഞതിൻ്റെ ഒരു സന്തോഷം കൂടെ തിരിച്ചു പോരുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ അടുത്ത സിനിമ എന്ന് പറയുന്നത് പ്രശ്നം ഗുരുതരമായിരുന്നു. അതിൻ്റെ ഷൂട്ടിംഗ് കണ്ണൂരാണ്. അപ്പോൾ അതിൻ്റെ ലൊക്കേഷൻ ഷൂട്ടിംഗ് തുടങ്ങാറായി. അപ്പോൾ ഗോപിച്ചേട്ടൻ പറഞ്ഞു, കുഴപ്പമില്ല, അപ്പം പരിചയപ്പെട്ടല്ലോ, തമ്പി തന്നെ നേരിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ നേരെ കണ്ണൂരെത്തി. അപ്പോൾ കണ്ണൂർ ഇന്നത്തെ ഒരു സൗകര്യമൊന്നുമില്ല. ഞാൻ ഈ പറയുന്നത് 83 കാലഘട്ടമാണ്. അവിടെ ഹോട്ടൽ അന്വേഷിച്ച് നടന്നിട്ട് പോലും ഒരു റൂം പോലും കിട്ടാത്ത അവസ്ഥയാണ്. മിക്കവാറും എല്ലാ ഹോട്ടലുകളിലും എല്ലാ റൂമുകളും ഫുള്ളാണ്. അപ്പോൾ ഒരു ചെറിയ ഹോട്ടലിൽ ഒരു ചെറിയ റൂം കിട്ടി. രാവിലെ അവിടെ ചെന്ന് കുളിച്ചൊക്കെ ഫ്രഷായി ബാലേന്ദ്രമേനോൻ സാറിൻ്റെ സിനിമയുടെ ലൊക്കേഷനിൽ ചെന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തോടൊപ്പം അന്ന് 8 പേരിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അസിസ്റ്റൻസായിട്ട്. മാത്രമല്ല അദ്ദേഹം പറഞ്ഞത് അവിടെ 3 സിനിമയുടെ ഷൂട്ടിംഗ് ഒന്നിച്ച് നടക്കുക. ബാലേന്ദ്രമേനോൻ സാറിൻ്റെ സിനിമ, അതുപോലെ ശശിയേട്ടൻ്റെ ശശിയുടെ ഒരു സിനിമ നടക്കുന്നു, മറ്റൊരു സിനിമ, അങ്ങനെ 3 സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്നു. ഒരു ഹോട്ടലുകളിലും റൂം കിട്ടാനില്ല. അപ്പോൾ സത്യമാണ്, കാരണം ഞാനും പോയിട്ട് എനിക്കും അനുഭവം അതായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ ഈ സമയത്ത് ഇവിടെ വർക്ക് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ തന്നെ താമസിക്കാനുള്ള സൗകര്യം പോലും തരാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് കാര്യം ചെയ്യും, ഇതിൻ്റെ അടുത്ത ഷെഡ്യൂൾ തിരുവനന്തപുരത്തുണ്ട്, അവിടെ വന്ന് ജോയിൻ ചെയ്തോളൂ. അപ്പം ഞാൻ താമസിക്കുന്ന തിരുവനന്തപുരത്തുമാണ്. അങ്ങനെ നിരാശനായിട്ടാണെങ്കിലും തിരിച്ചു പോന്നു. അപ്പോൾ ആ സമയത്ത് ബാലേന്ദ്രമേനോൻ സാറിൻ്റെ കൂടെ എപ്പോഴും ഒരു സന്തത സഹചാരിയായിട്ട് ശങ്കർ എന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ട്. പിന്നെ പുള്ളി ഇന്ത്യ ടുഡേയുടെ ഒഫീഷ്യൽ ഫോട്ടോഗ്രാഫറായിട്ട് മാറി. നിർഭാഗ്യവശാൽ അദ്ദേഹം ഇപ്പോൾ നമ്മളോടൊപ്പം ഇല്ല. ആ ശങ്കറിനെ അവിടെ വെച്ച് പരിചയപ്പെടുകയും ശങ്കറുമായിട്ട് നല്ലൊരു കോണ്ടാക്റ്റ് ഉണ്ടാക്കുകയും ചെയ്തു. അപ്പോൾ ശങ്കർ വഴിയാണ് പിന്നെ ബാലേന്ദ്രമേനോൻ സാറിൻ്റെ സിനിമയുടെ കാര്യങ്ങളും ഷെഡ്യൂളുകളും ഒക്കെ അറിഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ തിരുവനന്തപുരത്ത് ഷൂട്ടിംഗ് തുടങ്ങാൻ പോകണമെന്ന് അറിഞ്ഞു. ശങ്കർ വിളിച്ചു പറഞ്ഞു, ശങ്കർ മേനോൻ എന്നാണ് വിളിക്കുന്നത്, മേനോൻ തിരുവനന്തപുരത്തുണ്ട്, ഗീത് ഹോട്ടലിലുണ്ട്, പോയി കാണുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഗീത് ഹോട്ടലിൽ പോയി അദ്ദേഹത്തെ കണ്ടു. പറഞ്ഞു, കുഴപ്പമില്ല, അത് നമ്മൾ തുടങ്ങാൻ പോകണം, മറ്റന്നാൾ തൊട്ട് ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലാണ് ഷൂട്ടിംഗ്, അവിടെ വന്നോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ചിത്രാഞ്ജലി സ്റ്റുഡിയോ എന്ന് പറയുമ്പോൾ തിരുവനന്തപുരത്ത് തിരുവല്ലം കുന്നിൻ്റെ മുകളിലാണ് ആ സ്റ്റുഡിയോ.
അപ്പോൾ അന്ന് എൻ്റെ കയ്യിൽ വാഹനങ്ങളൊന്നുമില്ല. ഞാനിന്ന് താമസിക്കുന്നത് തിരുവനന്തപുരത്ത് പെരുന്താന്നി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ അവിടുന്നൊരു ബസ് കയറി നേരെ കിഴക്കേക്കോട്ട ഇറങ്ങി അടുത്ത ബസ് കോവളം പോകുന്ന ബസ് കയറി വേണം തിരുവല്ലത്ത് ഇറങ്ങാൻ. അപ്പോൾ തിരുവല്ലത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു 2-2.5 കിലോമീറ്റർ നടക്കണം. നടന്ന് വേണം സ്റ്റുഡിയോയിലെത്താൻ. അത് നല്ല കയറ്റമാണ്, ആ കുന്ന് കയറി മുകളിൽ ചെല്ലണം. അപ്പോൾ ഏകദേശം വെളുപ്പിനെയൊക്കെ രാവിലെ ഇറങ്ങി അടുത്ത ബസ്സൊക്കെ കയറി നടന്നൊക്കെ അവിടെ എത്തും. അങ്ങനെ അവിടെ ആ ഷൂട്ടിംഗ് സമയത്ത് അതിൻ്റെ കൂടെയൊക്കെ നിന്നു. അപ്പോൾ അതിൻ്റെ കൂടെയൊക്കെ ഇങ്ങനെ, അതായത് ഒരുപാട് പേര് നിൽക്കുന്ന കൂട്ടത്തിൽ ഒരാൾ, അത്രയേ ഉള്ളൂ. അങ്ങനെ ആ ഷൂട്ടിങ്ങിന് കുറച്ച് ദിവസം വർക്ക് ഇട്ടുകൊണ്ടതുണ്ടായിരുന്നു. നസീർ സാറായിരുന്നു, പ്രേം നസീറായിരുന്നു അതിലെ പ്രധാന കഥാപാത്രം. അതോടൊപ്പം തന്നെ ജയഭാരതി ഉണ്ടായിരുന്നു. അങ്ങനെ അവരെയൊക്കെ പരിചയപ്പെട്ട് പിന്നെ നസീർ സാറുമായി എനിക്കൊരു കുടുംബ ബന്ധമുണ്ടായിരുന്നു നേരത്തെ തന്നെ. അതുപോലെ നസീർ സാറിൻ്റെ മകൻ ഷാനവാസ്, അതിലൊരു പ്രധാന കഥാപാത്രം ഷാനവാസ് ഉണ്ടായിരുന്നു. ഷാനവാസിനെ പരിചയപ്പെടുന്നത് ആ സിനിമയുടെ സമയത്താണ്. പൂർണിമ ജയറാമായിരുന്നു ഷാനവാസിൻ്റെ നായിക. ഒരു പാട്ടെല്ലാം അവിടെ ചിത്രീകരിച്ചു. അങ്ങനെ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക്, ഡബ്ബിങ്ങും എഡിറ്റിങ്ങും ഒക്കെ നടക്കുന്നു, അതിൽ വർക്ക് ചെയ്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ആ ഡബ്ബിങ്ങിലൊക്കെ അതിന് വർക്ക് ചെയ്യാൻ, അതോടൊപ്പം പ്രവർത്തിക്കാൻ തുടങ്ങി. അപ്പോൾ നസീർ സാറ് ഡബ് ചെയ്യാൻ വന്നു. നസീർ സാർ ഡബ് ചെയ്യാൻ വരുമ്പോൾ അപ്പോൾ ഭാഗ്യവശാൽ നസീർ സാറിന് ഡയലോഗ് പറഞ്ഞു കൊടുക്കാൻ, അതായത് നമുക്ക് സ്ക്രിപ്റ്റിൽ പറഞ്ഞു കൊടുക്കുക, അടുത്ത് നിൽക്കുന്ന ഒരാൾ അസിസ്റ്റൻ്റായിട്ട് നിൽക്കാനുള്ള ഒരു അവസരം എനിക്കാണ് കിട്ടിയത്. അപ്പോൾ നസീർ സാറിൻ്റെ ഡബ്ബിങ് ഒരു പ്രത്യേക രീതിയിലാണ്, വളരെ ഭയങ്കര രസമാണ് അദ്ദേഹം ഡബ് ചെയ്യുന്നത്. ഒരു കസേര ഇട്ടിരുന്ന് മൈക്ക് വെച്ചിട്ടാണ് അദ്ദേഹം ഡബ് ചെയ്യുന്നത്. അപ്പം സ്ക്രിപ്റ്റ് അദ്ദേഹം നോക്കും. അപ്പം ഈ റീൽ സിസ്റ്റമാണെന്ന് ഡബ്ബിങ്. ലൂപ്പ് സിസ്റ്റമായിരുന്നതിന് മുമ്പ് മാറി റീൽ സിസ്റ്റത്തിലേക്ക് മാറിക്കഴിഞ്ഞ സമയമാണ്. അപ്പോൾ ഒരു സീൻ പ്ലേ ചെയ്യും, അല്ലെങ്കിൽ ഒരു ഷോർട്ട് പ്ലേ ചെയ്ത് അദ്ദേഹം അത് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം ഡബ് ചെയ്യുമ്പം സ്ക്രീനിലേക്ക് നോക്കാറില്ല. കാര്യം ഈ സ്ക്രിപ്റ്റിൽ നോക്കിയിട്ട് അദ്ദേഹം പറയും, അത് കൃത്യമായിരിക്കും, ആ ലിപ് സിങ്ക് വളരെ കൃത്യമായിരിക്കും. കാര്യം സ്ക്രിപ്റ്റിൽ നിന്ന് മാറ്റി ഒരു വാക്കോ ഒന്നും അദ്ദേഹം പറയാറില്ല. എന്താണ് സ്ക്രിപ്റ്റിലുള്ളത് അതാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അത് വളരെ കൃത്യമായിട്ടായിരിക്കും അതിൻ്റെ ഡബ്ബിങ്. ഭയങ്കര ഫാസ്റ്റായിട്ടാണ് നസീർ സാറിൻ്റെ ഡബ്ബിങ് കഴിഞ്ഞത്. അതുപോലെ തന്നെ പക്ഷേ അതിന് ആ ഡബ്ബിങ്ങിൽ ഇടയ്ക്ക് നല്ല രസകരമായൊരു അനുഭവം എന്ന് പറയുന്നത് ബാലേന്ദ്ര മേനോൻ സാറിൻ്റെ ഡബ്ബിങ്ങാണ്. അദ്ദേഹം അതിൻ്റെ പ്രധാന കഥാപാത്രം അവതരിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം തന്നെയാണ് തിരക്കഥ എഴുതുന്നത്, അദ്ദേഹം തന്നെയാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. പക്ഷേ അദ്ദേഹം എഴുതുന്ന തിരക്കഥയിൽ ഷൂട്ടിംഗ് സമയത്ത് ഡയലോഗ്സിൽ അദ്ദേഹം പറയുമ്പോൾ മാറ്റം വരും. ആശയം ഒന്നായിരിക്കും, പക്ഷേ വാക്കുകൾ വ്യത്യാസം വരും. അപ്പോൾ അന്ന് ഈ പറഞ്ഞ പോലെ ഈ റെക്കോർഡിംഗ് സിസ്റ്റം, അതായത് നമ്മുടെ ഈ നാഗ്ര പോലെയുള്ള സിസ്റ്റം ഒന്നും ഒന്നില്ല. അപ്പോൾ ഒരു ടേപ്പ് റെക്കോർഡറിലാണ് ഈ റെക്കോർഡ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ പലപ്പോഴും ക്യാമറ കുറച്ച് ദൂരെയൊക്കെ ആണെങ്കിൽ ടേപ്പ് റെക്കോർഡ് കുറച്ച് ദൂരെ പോയി നിൽക്കാനേ പറ്റൂ. പലപ്പോഴും ഒരു ക്ലാരിറ്റിയോടെ കിട്ടത്തുമില്ല. അതുകൊണ്ട് ചിലപ്പോൾ പിന്നെ മറ്റ് ക്യാമറയുടെ ശബ്ദം, മറ്റ് ശബ്ദങ്ങൾ, ജനറേറ്ററിൻ്റെ ശബ്ദം, അതെല്ലാം വരുമ്പോഴത്തേക്കും ക്ലാരിറ്റി കുറവുണ്ടാവും. അപ്പം മേനോൻ സാർ എപ്പോഴും വരുന്നത്, അദ്ദേഹം ഈ റീലിട്ട് കണ്ടാവുന്ന അദ്ദേഹം പറയും, ഞാൻ പറഞ്ഞ ഡയലോഗ് ഇതല്ല നിങ്ങൾ എഴുതി വച്ചിരിക്കുന്നത്, തെറ്റാണ്. അങ്ങനെ ഭയങ്കര തർക്കവും, പിന്നെ പല പ്രാവശ്യം അതിനെപ്പറ്റി ചിന്തിച്ച് അത് നോക്കി, പിന്നെ അങ്ങനെ അവസാനം അങ്ങനെ ഒരുപാട് സമയം അദ്ദേഹത്തിൻ്റെ ഡബ്ബിങ്ങിന് എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഇങ്ങനെ വളരെ ഇതായിട്ട് നോക്കിക്കണ്ടു. അത് കഴിഞ്ഞാൽ സിനിമയുടെ വർക്കെല്ലാം കഴിഞ്ഞു. അപ്പം എന്നോട് വിളിച്ച് പറഞ്ഞു, ശരി ഇത് കഴിഞ്ഞു, അടുത്തൊരു സിനിമ തുടങ്ങാൻ പോകുന്നു. അപ്പോൾ ആ ഒരു സിനിമയിലും കൂടെ വർക്ക് ചെയ്യാനേ അവസരമുള്ളൂ. കാര്യം ഒരുപാട് പേര് പെൻഡിങ് ഉണ്ട്. ഞാൻ അങ്ങനെ ഒരുപാട് പേർക്ക് അങ്ങനെ അവസരം കൊടുക്കാറില്ല. അന്ന് ബാലേന്ദ്ര മേനോൻ സാറിനോട് സന്തത സഹചാരിയായിട്ട് 2 അസോസിയേറ്റ് ഡയറക്ടേഴ്സ് ഉണ്ട്. ഒന്ന് ആർ ഗോപിയും ഒന്ന് രായൻ ശങ്കരാടിയും. രായൻ ശങ്കരാടി എന്ന് പറഞ്ഞാൽ ശങ്കരാടി ചേട്ടൻ്റെ സഹോദരിയുടെ മകനുമാണ്. അപ്പോൾ അവർ എപ്പോഴും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടാവും. പിന്നെ ബാക്കി വരുന്നവരെല്ലാം ഈ ഇടയ്ക്ക് പോകുന്നു എന്നുള്ളവരാണ്. അപ്പോൾ പറഞ്ഞ് ഈ ഒരു അടുത്ത വരുന്ന സിനിമയിലും കൂടെ വർക്ക് ചെയ്യാം, അത് കഴിഞ്ഞ് വേറെ ആരെങ്കിലും കണ്ടെത്തിക്കൊള്ളണം എന്നൊക്കെ പറഞ്ഞ് ശരി ആയിക്കോട്ടെ. അപ്പം അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മാറ്റമൊന്നുമില്ലല്ലോ. അങ്ങനെയാണ് അടുത്ത സിനിമ തുടങ്ങുന്നതാണ് ഏപ്രിൽ 18. അപ്പോൾ ആ സിനിമ തിരുവനന്തപുരത്താണ് ഷൂട്ടിങ്. അതിന് മുമ്പുള്ള ബാലേന്ദ്ര മേനോൻ സാറിൻ്റെ സിനിമകളിലെല്ലാം ഇപ്പോൾ പ്രശ്നം ഗുരുതരത്തിലാണെങ്കിൽ നസീർ സാറുണ്ട്, അതുപോലെ മറ്റ് പല ആർട്ടിസ്റ്റുകളുണ്ട്. അതിനു മുമ്പ് ശേഷം കാഴ്ചയിലായിരുന്നെങ്കിൽ മമ്മൂട്ടി, മോഹൻലാൽ തുടങ്ങിയ നടന്മാർ. അങ്ങനെ മറ്റും സിനിമകളിലെല്ലാം പ്രധാനപ്പെട്ടൊരു വേഷത്തിൽ അന്നത്തെ ഒരു ഏറ്റവും പോപ്പുലറായിട്ടുള്ള ഹീറോയും, അക്കൂട്ടത്തിൽ ബാലേന്ദ്ര മേനോൻ സാറിനൊരു വേഷം. അങ്ങനെയാണ് സാറിന് അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത്. ഏപ്രിൽ 18 വന്നപ്പോൾ അതിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തമായി ഒരു ഔട്ട് ആൻഡ് ഔട്ട് ബാലേന്ദ്ര മേനോൻ സിനിമയായിരുന്നു ഏപ്രിൽ 18.
അദ്ദേഹം തന്നെയാണ് അതിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. അതോടൊപ്പം ഭരത് ഗോപിച്ചേട്ടൻ അതിലൊരു പ്രധാന വേഷം ഉണ്ടായിരുന്നു. അതുപോലെ ശോഭന, ആദ്യമായിട്ടൊരു നായിക ശോഭന വരുന്നത് ആ സിനിമയിലാണ്. സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, കുവൈറ്റ്. സഞ്ചാരം വോള്യം നമ്പർ 20. ഫുൾ HD-യിലുള്ള അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. സത്യം പറഞ്ഞാൽ ഏപ്രിൽ 18 സിനിമ തുടങ്ങിയ ദിവസം തന്നെ, അന്ന് തിരുവനന്തപുരത്ത് ഷൂട്ടിംഗ് തുടങ്ങുന്ന ദിവസം ബാലേന്ദ്ര മേനോൻ സാർ ലൊക്കേഷനിൽ വരുമ്പോൾ അദ്ദേഹവും ആ സിനിമയുടെ പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് അഗസ്റ്റിൻ പ്രകാശ്, അദ്ദേഹം ഇന്നില്ല, സന്തോഷ് ഫിലിംസ് എന്ന് പറയുന്ന അദ്ദേഹമാണ് അതിൻ്റെ പ്രൊഡ്യൂസർ. ബാലേന്ദ്ര മേനോൻ സാറിനോടൊപ്പം അദ്ദേഹവും വന്നു. അങ്ങനെ ബാലേന്ദ്ര മേനോൻ സാർ ലൊക്കേഷനിൽ വരുന്ന വഴി തിരുവനന്തപുരത്തെ പ്രസിദ്ധമായ പഴവങ്ങാടി ഗണപതി ക്ഷേത്രം, ഇന്നത്തെ അവസ്ഥയിലല്ല അന്ന് ആ ക്ഷേത്രം. ഇന്നിപ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ ഒരുപാട് പുതുക്കി പണിഞ്ഞു, വലിയ രീതിയിലായി. അന്നൊരു ചെറിയ ക്ഷേത്രമാണ്. മാത്രമല്ല റോഡിൽ നിന്ന് സ്റ്റെപ്പ് താഴോട്ടിറങ്ങി വേണം ക്ഷേത്രത്തിലേക്ക് എത്താൻ. അവിടെ ഏറ്റവും പ്രാധാന്യം എന്ന് പറയുന്നത് നാളികേരം ഉടക്കലാണ്. ദിവസം 10,000, 10,000, 20,000 നാളികേരമാണ് അവിടെ ഉടയുന്നത്. അപ്പോൾ രാവിലെ ഒരു നാളികേരം ഉടയ്ക്കാൻ വേണ്ടിയാണ് ബാലേന്ദ്ര മേനോൻ സാർ അവിടെ വന്നത്. അപ്പോൾ അദ്ദേഹത്തോടൊപ്പം അഗസ്റ്റിൻ പ്രകാശും ക്ഷേത്രത്തിലേക്ക് വന്നു. ആ സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ അഗസ്റ്റിൻ പ്രകാശ് നല്ല വണ്ണമുള്ളൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ കാല് തെന്നി അദ്ദേഹം അവിടെ വീണു, ഫ്രാക്ചറായി. സത്യം പറഞ്ഞാൽ സിനിമ തുടങ്ങുന്ന ദിവസം ഏറ്റവും അപശകുനമായിട്ട് കാണേണ്ട ഒരു കാര്യമാണത്. അദ്ദേഹം നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, പിന്നെ പ്ലാസ്റ്റർ കിട്ടാണ് അദ്ദേഹം ലൊക്കേഷനിൽ വന്നത്. അപ്പോൾ അത് പലരും അവിടെ ചർച്ച ചെയ്യുകയും ചെയ്തു. പക്ഷേ അങ്ങനെ ബാലേന്ദ്ര മേനോൻ സാർ അതിനെപ്പറ്റിയൊന്നും ഗവനിച്ചതുമില്ല. ഷൂട്ടിംഗ് തുടങ്ങി ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം അവതരിപ്പിക്കേണ്ടത് തിലകൻ ചേട്ടനായിരുന്നു. അതിലെ അഴിമതി നാറാപിള്ള എന്ന് പറയുന്ന നായികയുടെ അച്ഛൻ്റെ കഥാപാത്രം തിലകൻ ചേട്ടനെയാണ് അതിൽ ഫിക്സ് ചെയ്തിരുന്നത്. തിലകൻ ചേട്ടൻ അന്ന് എറണാകുളത്ത് ഏതൊരു ഷൂട്ടിങ്ങിലായിരുന്നു. ഷൂട്ടിംഗ് കഴിഞ്ഞ് അദ്ദേഹം എപ്പോഴും സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്ത് മാത്രമേ യാത്ര ചെയ്യാറുള്ളൂ. ഡ്രൈവർ ഇല്ലാത്തൊരു നടനാണ്. എത്ര ദൂരം പോകണമെങ്കിലും സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്തു. അങ്ങനെ എറണാകുളത്ത് ഷൂട്ടിംഗ് കഴിഞ്ഞ് രാത്രി മറ്റോ അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് വണ്ടി ഓടിച്ച് വരുമ്പോൾ ആലപ്പുഴയ്ക്ക് അടുത്ത് വെച്ച് അദ്ദേഹത്തിനൊരു വലിയ ആക്സിഡൻ്റ് ഉണ്ടാകുക. ആക്സിഡൻ്റ് ഉണ്ടായി. ആ ന്യൂസ് അന്നിപ്പം അതുപോലെ മൊബൈലോ അങ്ങനെയുള്ള സൗകര്യങ്ങളൊന്നുമില്ല. പിറ്റേ ദിവസം രാവിലെയാണ് ഞങ്ങളത് അറിയുന്നത്, ഇങ്ങനെ തിലകൻ ചേട്ടൻ്റെ ആക്സിഡൻ്റ് ഉണ്ടായി. അപ്പോൾ അന്ന് രാവിലെ ഷൂട്ടിങ്ങിന് അദ്ദേഹം എത്തേണ്ടതാണ്, ഹോസ്പിറ്റലായി. അപ്പോൾ അത് രണ്ടാമത്തൊരു അപശകുനമായിട്ടാണ് കാണേണ്ടത്. പ്രധാന കഥാപാത്രമായിട്ട് അഭിനയിക്കേണ്ട ആൾ ലൊക്കേഷനിലേക്ക് വരുന്ന വഴി ആക്സിഡൻ്റ് ഉണ്ടാകുന്നു. അപ്പോൾ ആപ്പാടെ ഉടനെ അദ്ദേഹത്തിന് അഭിനയിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു. ആരാ വേഷം ചെയ്യും എന്നുള്ള വലിയൊരു ചർച്ച. വിപിൻ മോഹൻ ആയിരുന്നു എൻ്റെ ക്യാമറ. വിപിൻ മോഹൻ എപ്പോഴും സ്ക്രിപ്റ്റിലും എല്ലാത്തിലും വളരെയധികം ഇടപെടുന്ന ആളാണ്. ബാലേന്ദ്ര മേനോൻ സാറുമായിട്ട് വളരെ ആത്മബന്ധമുള്ള ആളുമാണ്. ബാലേന്ദ്ര മേനോൻ സാറിൻ്റെ പ്രേമഗീതങ്ങൾ എന്ന സിനിമയിലൂടെയാണ് വിപിൻ മോഹൻ ക്യാമറമാനായിട്ട് വരുന്നത് തന്നെ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് അടുപ്പമുണ്ട് അവർ തമ്മിൽ. അങ്ങനെ അവരും വേണുനാഗവള്ളിയിൽ പ്രധാന വേഷം ചെയ്യുന്നുണ്ട്. എല്ലാവരും ചർച്ച ചെയ്തു ഇനിയിപ്പോൾ ആരെ ആ വേഷത്തിൽ അഭിനയിപ്പിക്കും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേഷമാണ്. ബാലേന്ദ്ര മേനോൻ സാർ കഴിഞ്ഞാൽ ആ സിനിമയിൽ ഏറ്റവും പ്രാധാന്യമുള്ള വേഷമാണ് ഈ അഴിമതി നാറാപിള്ള എന്ന് പറഞ്ഞാൽ ഹ്യൂമറും എല്ലാം കൂടെ ചേർന്നൊരു വേഷമാണ്, നെഗറ്റീവും എല്ലാം ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ചർച്ച വന്നപ്പോൾ പലരും പറഞ്ഞിപ്പം പല പ്രധാനപ്പെട്ട ആർട്ടിസ്റ്റുകളൊക്കെ തന്നെ എല്ലാവരും തിരക്കാണ്. കാരണം ഇന്നോ നാളെയോ വന്നാലേ തുടങ്ങാൻ പറ്റുള്ളൂ. ആ അവസ്ഥ ഇന്ന് വെച്ചിരുന്ന ആ ദിവസം ഷൂട്ടിംഗ് വെച്ചിരുന്നതാണ്. അത് ആ ദിവസത്തേക്ക് വേണമെങ്കിൽ മാറ്റി വയ്ക്കാം, പക്ഷേ പിറ്റേ ദിവസം വന്നേ പറ്റൂ. അങ്ങനെയാണ് അന്ന് സിനിമയിൽ നിന്നൊക്കെ കുറച്ച് വിട്ടു നിൽക്കുന്ന അടൂർ ഭാസിയിലേക്ക് എത്തുന്നത്. അങ്ങനെ ഭാസിയേട്ടൻ്റെ കാര്യം അവിടെ ചർച്ച ചെയ്തു. അങ്ങനെ അടൂർ ഭാസിയെ വിളിക്കുന്നു. അദ്ദേഹം അന്ന് മദ്രാസിലുണ്ട്. അന്നത്തെ ഫ്ലൈറ്റിൽ തന്നെ അദ്ദേഹം കയറി തിരുവനന്തപുരത്തെത്തി. പിറ്റേ ദിവസം തൊട്ട് അദ്ദേഹം ആ വേഷം അഭിനയിച്ചു. തിലകൻ ചേട്ടൻ ചെയ്യുന്ന രീതി ആയിരിക്കില്ല ഭാസിയേട്ടൻ അവതരിപ്പിച്ചത്, പക്ഷേ ഗംഭീരമായ രീതിയിൽ ഭാസിയേട്ടൻ അവതരിപ്പിക്കുകയും ചെയ്തു. ആ വർഷത്തെ സഹനടനുള്ള സ്റ്റേറ്റ് അവാർഡ് ഏപ്രിൽ 18 ഭാസിയേട്ടൻ ലഭിക്കുകയും ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ ഒരു 1-2 നെഗറ്റീവുകളിലൂടെയാണ് ആ സിനിമ തുടങ്ങുന്നത്. പക്ഷേ ബാലേന്ദ്ര മേനോൻ സാറിൻ്റെ കരിയറിൽ തന്നെ ഏറ്റവും വലിയ ഹിറ്റായിട്ടാണ് ആ സിനിമ മാറിയത്. അതിൻ്റെ ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞു. അതിൽ ഞാനും അദ്ദേഹം പോലീസ് ഇൻസ്പെക്ടർ വേഷമാണ്,
അപ്പോൾ ഒരു പ്രത്യേക സീനിൽ വന്നപ്പം ഒരു കോൺസ്റ്റബിളായിട്ട് ആൾ വേണം കൂടെ അഭിനയിക്കാൻ. പെട്ടെന്ന് ആരും കിട്ടില്ല. അപ്പോൾ എൻ്റെ അടുത്ത് പോയി തമ്പി ആ കോൺസ്റ്റബിളായിട്ട് തമ്പിയോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ അതിൽ ചെറിയൊരു കോൺസ്റ്റബിളിൻ്റെ വേഷം അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ആ ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞു. അവിടെ രസമെന്ന് പറഞ്ഞാൽ ഞാൻ ബാലേന്ദ്രമേനോൻ സാറിൻ്റെ കൂടെ ഒരു 5 വർഷം അദ്ദേഹത്തോടൊപ്പം ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരിക്കലും അദ്ദേഹം ദേഷ്യപ്പെട്ട് കാണുകയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു വളരെ കാമാണ് അദ്ദേഹം ലൊക്കേഷനിൽ. വളരെ ചിട്ടയോടുകൂടിയാണ് അദ്ദേഹത്തിൻ്റെ ഷൂട്ടിംഗ് എല്ലാ കാര്യത്തിലും. വളരെ ചിട്ട. അദ്ദേഹത്തിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് സ്ക്രിപ്റ്റ് അദ്ദേഹം ആ സമയങ്ങളിലൊന്നും സ്ക്രിപ്റ്റ് അദ്ദേഹം കൈകൊണ്ട് എഴുതാറില്ല. പകരം 1 ലൈൻ ഉണ്ടാവും ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ. സീൻസ് തലേ ദിവസങ്ങളിൽ രാത്രി ഒരു ടേപ്പ് റെക്കോർഡ് ചെയ്ത് തരിക ചെയ്യുന്നത്. അത് കേട്ടെഴുതി ആണ് സ്ക്രിപ്റ്റാക്കി അസിസ്റ്റൻ്റ് ഡയറക്ടേഴ്സ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ അതിൽ കറക്ഷൻസ് അദ്ദേഹം പറയുമ്പോൾ വീണ്ടും വീണ്ടും കറക്ഷൻസ് എല്ലാം അതിനകത്ത് വരും. അപ്പം ഇങ്ങനെ വന്നപ്പോൾ ഇതിൽ നായികയായിട്ട് ശോഭന ആദ്യമായിട്ട് അഭിനയിക്കുന്ന സിനിമയാണ്. അപ്പോൾ ശോഭന ആ സിനിമയിൽ വരാനുള്ള കാരണം സുമാരി ചേച്ചിയാണ്. സുമാരി ചേച്ചിയുടെ ബന്ധുവാണ് ശോഭന. ലളിതാ പത്മിനി രാഗിണിമാരുടെ ഒരു ബ്രദറുണ്ട് ചന്ദ്രകുമാർ, അദ്ദേഹത്തിൻ്റെ മകളാണ് ശോഭന. അങ്ങനെ സുമാരി ചേച്ചിയാണ് ശോഭനയെ റെക്കമെൻഡ് ചെയ്യുന്നതും ശോഭന വരുന്നതും. ശോഭനയ്ക്ക് അന്ന് എനിക്ക് തോന്നുന്നു 13 വയസ്സോ 14 വയസ്സോ ഉള്ളു പ്രായം. ഒരു കുട്ടിത്തം മാറാത്ത ഒരവസ്ഥയാണ്. ആ സമയത്താണ് ബാലേന്ദ്രമേനോൻ സാറിൻ്റെ ഭാര്യയായിട്ട് നായികയായിട്ട് സാരിയെ കൊടുത്ത്. എനിക്കൊന്ന് ആ കുട്ടി സാരി ഉടുക്കുന്നതിന് ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും. അപ്പോൾ സെറ്റിൽ വന്നാൽ തന്നെ എപ്പോഴും ഒരു കുട്ടിത്തമാണ്. അപ്പോൾ നമ്മൾ ഡയലോഗ് ആ കുട്ടിക്ക് മലയാളമൊന്നും അറിയില്ല, തമിഴാണ് അറിയാമെന്നുള്ളത്. കൂടുതലും അറിയാവുന്ന തമിഴാണ്, പിന്നെ ഇംഗ്ലീഷും അറിയാം. തമിഴാണ് കൂടുതൽ സംസാരിക്കുന്നത്. കാരണം അവർ വന്നിട്ടുള്ളതും അവർ വളർന്നതും ഒക്കെ ആ ഒരു ലെവലിലാണ്. അപ്പോൾ നമ്മൾ മലയാളം ഡയലോഗ്സ് കുട്ടിയുടെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അപ്പം ആ ഇംഗ്ലീഷിലാണ് എഴുതി കൊടുക്കുക. മലയാളം വായിക്കാൻ അറിയാത്തതുകൊണ്ട് നമ്മൾ മലയാള വാക്കുകൾ ഇംഗ്ലീഷിൽ എഴുതി കൊടുക്കും. അപ്പോൾ അത് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അതൊന്നും വലിയ താല്പര്യമൊന്നും കാണിക്കാറില്ല. ആ കുട്ടി നന്നായിട്ട് പടം വരികയായിരുന്നു. ഒരു ദിവസം ഞാനിതുപോലെ ഡയലോഗ്സ് കംപ്ലീറ്റ് ഇംഗ്ലീഷിൽ എഴുതി ഒരു വെള്ള പേപ്പറിൽ കൊടുത്തു ഞാൻ പഠിച്ചോളൂ, അടുത്ത സീൻ എടുക്കാൻ പോകാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് അവൻ നോക്കി പഠിച്ചോ എന്ന് ചോദിച്ചപ്പം ആ വെള്ള പേപ്പറിൻ്റെ അപ്പുറത്തെ പേജ് അപ്പുറത്തെ പുറം കാലിയായിരുന്നു. അവിടെ ഒരു പടം വരച്ച് വെച്ചുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു മേനോൻ സാറിൻ്റെ സീനാണെടുത്ത്, ദേഷ്യം വരും ഇതെല്ലാം പറഞ്ഞപ്പോൾ പുള്ളി അവരിങ്ങനെ ചിരിച്ച് ഒരു കുട്ടിത്തമാണ് കുട്ടിയുടെ. അപ്പോൾ അത് കഴിഞ്ഞ് ഒരു ദിവസം ഇതുപോലെ മേനോൻ സാറും ശോഭനയായിട്ടൊരു സീൻ എടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ അതിൽ പോലീസ് ഇൻസ്പെക്ടറുടെ ഒരു ഫംഗ്ഷന് വിളിക്കുമ്പോൾ അദ്ദേഹം ഡ്രസ്സ് ചെയ്ത് ഭാര്യയുമായിട്ട് പോകുന്നതാണ് ആ സീൻ. അപ്പോൾ അതിൽ ഈ സാരി ഉടുത്ത് കഴിയുമ്പോൾ ഈ കുട്ടിക്ക് സാരി ശരിയാവുന്നില്ല, സാരി എനിക്ക് ശരി ഇടാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ മേനോൻ സാർ തന്നെ താഴെ ഇരുന്നിട്ട് സാരിയുടെ ഫ്ലീറ്റിങ്ങിനെ ശരിയായി കൊടുക്കുന്നൊരു ഷോട്ടാണ്. അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ ഈ കുട്ടിയുടെ ഒരു റിയാക്ഷനും കാര്യങ്ങളും ഇതൊന്നും കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ല എന്ന് വന്നപ്പം പുള്ളിക്ക് പെട്ടെന്ന് ദേഷ്യം വന്നു. എനിക്കൊന്ന് ഞാൻ അദ്ദേഹം ദേഷ്യപ്പെട്ട് കണ്ടിട്ടുള്ള അപൂർവ സന്ദർഭങ്ങളിലൊന്നാണത്. അപ്പോൾ ഒരു 11 മണി സമയമൊക്കെയാണ്. ആ സമയത്താകുമ്പോഴത്തേക്ക് ഈ സെറ്റിൽ ബിസ്ക്കറ്റും ചായയൊക്കെ തരും. അപ്പോൾ കയ്യിൽ പുള്ളിയുടെ ഒരു 3-4 ബിസ്ക്കറ്റുണ്ട്. അപ്പോൾ ഈ ചായ ഇങ്ങനെ കയ്യിലുണ്ട്. ഇത് കണ്ട് ദേഷ്യം വന്ന് പുള്ളി ബിസ്ക്കറ്റ് ഇങ്ങനെ വലിച്ചെറിഞ്ഞിട്ട് ബ്രേക്ക് എന്ന് പറഞ്ഞിട്ട് പോയി. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും സുമാരി ചേച്ചിയുണ്ട്. സുമാരി ചേച്ചി ശോഭനയെ വിളിച്ചു പറഞ്ഞു, അങ്ങനെ അല്ല നീ ഇങ്ങനെ ചെയ്യരുത്, കാരണം നീ പ്രായമൊക്കെ ആണെങ്കിലും നീ ഒരു നായികയായിട്ട് അഭിനയിക്കുകയാണെന്ന് പറഞ്ഞ് സുമാരി ചേച്ചി തന്നെ ഇടപെട്ട് പിന്നെ കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കി. അങ്ങനെ ആ ശോഭനയുടെ യഥാർത്ഥ പേര് ശോഭനയെന്നാണ്. പക്ഷേ ആ സിനിമയ്ക്ക് ആ സമയത്ത് ശോഭന എന്ന് പറഞ്ഞ് മറ്റൊരു നടി ഉണ്ടായിരുന്നു, ചെമ്പരത്തിയിലൊക്കെ അഭിനയിച്ച്. അതുകൊണ്ട് ബാലേന്ദ്രമേനോൻ സാർ ആ കുട്ടിയുടെ പേര് മീര എന്ന് മാറ്റി. അപ്പോൾ ഏപ്രിൽ 12 സിനിമ കാണുമ്പോൾ ഇപ്പോഴും അറിയാം, ഞങ്ങൾ അവതരിപ്പിക്കുന്ന പുതുമുഖം മീര എന്ന പേരിലാണ് ശോഭന ആ സിനിമയിൽ വന്നത്. പിന്നെ അത് കഴിഞ്ഞ് ശോഭന വീണ്ടും മറ്റ് സിനിമകളിൽ അഭിനയിച്ചപ്പോഴാണ് മീര എന്ന പേര് മാറ്റി യഥാർത്ഥ ശോഭന എന്ന പേരിൽ തന്നെയാണ് പിന്നെ ഉള്ള സിനിമകളിൽ ശോഭന അഭിനയിച്ചത്. അപ്പോൾ ആ സിനിമ എന്ന് പറയുന്നത് ഏപ്രിൽ 18, അതിൽ ഭരത് ഗോപി അതിൽ പ്രധാനപ്പെട്ടൊരു വേഷം ചെയ്തിരുന്നു. അദ്ദേഹം എനിക്ക് തോന്നുന്നു ആ സമയത്ത് മറ്റ് ഒരു ഭരതേട്ടൻ അല്ലെങ്കിൽ കെ ജോർജ് സാർ അങ്ങനെയുള്ളൊരു സിനിമകളിലാണ് അഭിനയിക്കുന്നത്. അതിൽ നിന്ന് ബാലേന്ദ്രമേനോൻ സാറിനെ പോലൊരു കൊമേഴ്ഷ്യൽ ഡയറക്ടർ സിനിമയിൽ എനിക്ക് തോന്നുന്നു ഗോപിച്ചേട്ടൻ വരുന്നത് ഏപ്രിൽ 18 അതിലൊരു ഹെഡ് കോൺസ്റ്റബിളിൻ്റെ വേഷമാണ്. അതെല്ലാം ഗംഭീരമായിട്ട് രസകരമായിട്ട് ഗോപിച്ചേട്ടൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൽ ഉള്ള ഒരു മറ്റൊരു നടനാണ് ബൈജു എന്ന് കൊച്ചു പയ്യനാണ്. ബൈജുവിനെ കണ്ടെത്തുന്നത് ബാലേന്ദ്രമേനോൻ സാറാണ്. അദ്ദേഹത്തിൻ്റെ കാര്യനിസ്സാരം എന്ന സിനിമയിൽ അതിലൊരു പയ്യൻ വേണം KP കുമാറിൻ്റെ മകനായിട്ട് അഭിനയിക്കാൻ. അപ്പോൾ അതിനുവേണ്ടി തിരുവനന്തപുരത്ത് അന്വേഷിച്ചപ്പോൾ അന്ന് തിരുവനന്തപുരത്ത് ഈ ചെറിയ ചെറിയ ആർട്ടിസ്റ്റുകളെയൊക്കെ സപ്ലൈ ചെയ്യുന്നൊരു കബീർ എന്നൊരാളുണ്ട്.
അപ്പോൾ കബീർ പറഞ്ഞു എൻ്റെ അടുത്തൊരു പയ്യനുണ്ട്, ഇത് മനു സാർ പറഞ്ഞു കേട്ടതാണ്, ഞാൻ നേരിട്ട് അനുഭവിച്ചതല്ല. അങ്ങനെ ആ പയ്യനെ അവിടെ കൊണ്ടുവരികയും കബീറിൻ്റെ ഒരു ഇടപാടിലാണ് ആ പയ്യൻ വന്ന് കാര്യനിസ്സാരത്തിൽ അഭിനയിക്കുന്നത്. അതിൽ നല്ല രസമായിട്ട് ചെയ്തു. ബൈജു എന്നെ വീണ്ടും ഏപ്രിൽ 18 ഒരു ഒറ്റ സീനേ ഉള്ളൂ, പക്ഷേ അസൽ സീനാണ് അത്. ഗോപിയേട്ടനും ബാനു സാറും ബൈജു ആയിട്ടുള്ള ഒരു തേങ്ങാമോഷണ സീൻ. അപ്പം തന്നെ നമുക്ക് ആ പയ്യൻ്റെ പെർഫോമൻസ് കാണുമ്പോൾ അറിയാം ഇയാളൊരു വലിയ നടനായിട്ട് വരും. കാരണം അതിനുള്ളൊരു ടാലൻ്റ് ആയിരുന്നു അയാൾ. മേനോ സാർ ഡബ് ചെയ്യാൻ വന്നു. പതിവ് പോലെ മേനോ സാർ ഒന്ന് റീലൊക്കെ കണ്ടിട്ട് ശരി ഡയലോഗ് എന്താണെന്ന് ചോദിച്ചു. അപ്പം നമ്മൾ അതിനകത്ത് റിപ്പോർട്ടിൽ ചെയ്തില്ല, ഇതൊന്നും ഞാൻ പറഞ്ഞതല്ലല്ലോ എന്ന് പറഞ്ഞു. ഇങ്ങനെയല്ലല്ലോ ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഭയങ്കര തർക്കമായി. അപ്പോൾ ഹരി ഇങ്ങനെ അകത്തുനിന്ന് ഇങ്ങനെ ഗ്ലാസ്സിനകത്തുനിന്ന് കാണാം ഹരി ഇങ്ങനെ എന്നെ കൈ ഇങ്ങനെ കാണിച്ചിട്ട് ഹരി അവിടെ നിന്ന് ഈ ടേപ്പ് റെക്കോർഡ് അതേ ഇതിലിട്ടിട്ട് പ്ലേ ചെയ്തു. അപ്പോൾ നോക്കിയപ്പം മേനോ സാർ പറയുന്ന ഡയലോഗ്, അതായത് ഇപ്പോഴൊക്കെ അത് പുതുമയായിരിക്കും, കാരണം ഇപ്പം എല്ലാത്തിലും പൈലറ്റ് ട്രാക്കും എല്ലാം ഉണ്ട്. നമ്മൾ ഡബ്ബിങ് സമയത്ത് തന്നെ നമ്മൾ ഷൂട്ട് ചെയ്ത സമയത്ത് ആ ഡയലോഗ്സ് എല്ലാവരും കൂടെ കേട്ടാണ് ഇപ്പോഴത്തെ ആർട്ടിസ്റ്റുകൾ കാണുന്നത്. അന്ന് അങ്ങനെ ആയിരുന്നില്ല, അന്നൊരു പുതുമയായിരുന്നത്. അത് കറക്റ്റായിട്ട് പ്ലേ ചെയ്തു. മേനോ സാർ ഇങ്ങനെ ഞെട്ടി ഇങ്ങനെ നോക്കി നിൽക്കുക.